മനുഷ്യൻ കുടുങ്ങി. തിന്നാൻ വെച്ചിട്ടായി കൊടുത്ത തിന്നുന്നല്ലാണ്ട് ഒരു പണിയും ചെയ്യില്ല. ഇതൊക്കെ അയാളെ പണിയാണല്ലോ. വീട്ടോടൊക്കെ മൈസൂരിന്ന് ചത്തുന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു. ഇത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് 24 മണിക്കൂർ ഇത് കെട്ടിപ്പിടിച്ച് നടന്നോളി. ശവങ്ങള് ഇങ്ങോട്ട് കൊണ്ടടിയത്. മോള് നിലവിളിക്കണ്ട. നമ്മളുടെ ഉമ്മലായിട്ടല്ലേ നമുക്ക് ഇങ്ങനെ വന്നത്. വേ നോക്ക്, അടുക്കള കുറെ പാത്രങ്ങൾ കിടക്കുന്നുണ്ട്. അത് വേമെന്ന് കഴുകി. ഹലോ. വലൈക്കും അസ്സലാം. ആ ഇക്ക, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. അവിടുത്തെ വിശേഷം? ആ സുഖം തന്നെ. കുട്ടികൾ എന്താണ്? അവര് രണ്ടാളും കൂടി ഇവിടെ ഇരുന്ന് ബിരിയാണി കഴിക്കുക. എവിടുന്ന ബിരിയാണി? നമ്മളെ സെഫിയാത്താനെ മോളെ 15 ആയിരുന്നു ഇന്ന്. അവരവിടുന്ന് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നു. അത് രണ്ടാളും കൂടി കഴിക്കുക. ആ ശരി. ഇന്ന് സൈക്കിളിന്റെ കഥ പറയണ്ട, അത് പഞ്ചറായി. മറ്റുണ്ട്, കുറച്ച് ചെമ്മീപ്പൊടി ഉണ്ട്. 1 2 3 4. പോയിടേ എവിടുന്ന്? എന്തിനാ കുട്ടികളെ വെറുതെ ചീത്ത പറയുന്നത്? ഇങ്ങനത്തെ ചായങ്ങൾ ഇപ്പോഴും ഉണ്ടാ? നമുക്ക് ഇവിടുന്ന് പോവാ താത്ത, അല്ലെങ്കിൽ അമ്മായി നമ്മളെ കൊല്ലും. പോവാ മോളെ, പോവാ. സത്താർമാമ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി വരില്ലായിരുന്നു. പോവാ താത്ത, പോവാ മോളെ. ഹസീന, എവിടെ പോയി കിടക്കാണ്ട് രാവിലെ തന്നെ ഈ പണ്ടാരങ്ങള് മനുഷ്യനെ മെക്കെടുത്താൻ? എടി ഹസ്ന, ഹസ്ന, ഹസീന, ഈ പണ്ടാരങ്ങൾ എവിടെ പോയി കിടക്കാനാവോ? ശവങ്ങള് ചാവാണെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവട്ടെ. വല്ലാത്തൊരു തലവിധിനെ അത്. എന്റെ പണി നോക്കുക, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. ജീവിതത്തിൽ കഥ നീറി നിൽക്കും കെട്ടണയാത്ത അഗ്നി പോലെ, ഉമ്മയില്ലാത്ത വേദനായി ജന്മം തെരുവിലായോ ഈ പൂമൊട്ടുകൾ. ജീവിതത്തിൽ കഥ നീറി നിൽക്കും കെട്ടണയാത്ത അഗ്നി പോലെ, ഉമ്മയില്ലാത്ത വേദനായി ജന്മം തെരുവിലായോ ഈ പൂമൊട്ടുകൾ.
പടയ്ക്കാനായി തണലായി തുണയായി ആരുണ്ട്? തെരുവിൽ കഴിയുന്ന ഓരോ കുരുന്നുകൾക്കും പറയാൻ കേൾക്കാനൊരു കഥയുണ്ട്. താരാട്ട് പാടാൻ വായോ പൈങ്കിളി, താലോലം കേട്ട് ഉറങ്ങാൻ പോരു നീ. താരാട്ട് പാടാൻ വായോ പൈങ്കിളി, താലോലം കേട്ട് ഉറങ്ങാൻ പോരു നീ. ജീവിതത്തിൽ കഥ നീറി നിൽക്കും കെട്ടണയാത്ത അഗ്നി പോലെ. ഉമ്മയില്ലാത്ത വേദനായി ജന്മം, തെരുവിലായോ ഈ പൂമൊട്ടുകൾ. കരയാൻ കണ്ണീരില്ല, പറയാൻ ഉമ്മയില്ല, തെരുവിൻ്റെ സന്തതികളായി ജനിക്കുന്നില്ല. മനസ്സിൻ്റെ ആഴങ്ങളിൽ എന്നെന്നും നീറി നിൽക്കും കഥയായി വേദനയായി ഈ ജന്മം. താരാട്ട് പാടാൻ വായോ പൈങ്കിളി, താലോലം കേട്ട് ഉറങ്ങാൻ പോരു നീ. താരാട്ട് പാടാൻ വായോ പൈങ്കിളി, താലോലം കേട്ട് ഉറങ്ങാൻ പോരു നീ. ജീവിതത്തിൽ കഥ നീറി നിൽക്കും കെട്ടണയാത്ത അഗ്നി പോലെ. ഉമ്മയില്ലാത്ത വേദനായി ജന്മം, തെരുവിലായോ ഈ പൂമൊട്ടുകൾ. ജീവിതത്തിൽ കഥ നീറി നിൽക്കും കെട്ടണയാത്ത അഗ്നി പോലെ. ഉമ്മയില്ലാത്ത വേദനായി ജന്മം, തെരുവിലായോ ഈ പൂമൊട്ടുകൾ. തെരുവിലായോ ഈ പൂമൊട്ടുകൾ. തെരുവിലായോ ഈ പൂമൊട്ടുകൾ. അയ്യോ മോളെ, എന്താ പറ്റിയേ? അല്ലെന്റെ അമ്മ കുടിയാ. നിങ്ങളെല്ലാം കൂടെ അവരെ ചീത്ത പറയാൻ കുട്ടിനെ കൊണ്ടുപോകാൻ നോക്കി. കുടിച്ചോ കുടിച്ചോ, വല്ല പതുക്കെ കൊണ്ടിരിക്കോ. ഹലോ, ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ഗ്ലാസ് വെള്ളം. അത് അങ്ങനെ വേദന ഉണ്ടാവും കേട്ടാ, പേടിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് കൊടുക്കാൻ പോണ്ടിയ മക്കളെ, എന്നോട് പറയ്, എവിടെന്ന് പറയ്, ഞാൻ കൊണ്ടാക്കി തരാ. ഞങ്ങൾക്ക് എവിടേക്കും പോവാല്ലേ കാക്ക? കരണ്ട രണ്ടാമത്. നിങ്ങൾ കൊടുക്കും പോവാല്ലെങ്കിൽ ബാബാന്റെ പെരണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോരി. നിങ്ങളെ പൊന്നുപോലെ ബാബ നോക്കിക്കോളാം. വരി, വെല്ല കൈ 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 നോക്ക്. ആ, ഈ മുട്ടായി നിനക്ക്, ഒരു മുട്ടായി നീയും വെച്ചു. നീ കരണ്ടട്ടാ, വരി. അല്ല, സന്തോഷമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കും. മേയ് എവിടെ കേൾക്കുന്നു?
മേയ് എവിടെ പൊടി പോലും എന്തേ കാണുന്നില്ല. ബാബാ? ഓ കേട്ട്. ഏതാ ബാബാ ഈ കുട്ടികള്? അതൊക്കെ കൊറേ പറയാണ്ടുമ്മ. ഇറങ്ങ പതുക്കെ. അതൊന്നുമില്ലമ്മ, ഇവർക്ക് എവിടേക്കും പോവാനില്ല. അപ്പൻ അങ്ങോട്ട് കൊണ്ടുവന്നാണുമ്മ. ഇജ്ജ് ഓരോ കുണ്ടാമുണ്ടികൾ ഉണ്ടാക്കണ്ട. എന്റെ പൊന്നു ബാവാ, ഇജ്ജ് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിട്ട് പോലീസും പട്ടാളും ഈ പെരേന്ന് ഒഴിഞ്ഞു പോകൂല. അനക്ക് വേറെ പണിയില്ല. നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നിങ്ങൾ ബേജാറാവണ്ട. തുടങ്ങി നിങ്ങൾ ഇവിടെ താമസിച്ചോളി ട്ടാ. എന്റെ ബാവ പാവാണ്. 10-15 കൊല്ലായിട്ട് എന്നെ നോക്കണ്. അതോർത്ത് പറഞ്ഞതാ. അല്ലമ്മ, നിങ്ങൾ കഞ്ഞി കുടിച്ചാ? ആ മരുന്ന് കുടിക്കാനുള്ളതല്ലേ? ആരോട് പറയണു? എത്ര കാലായി ബാവ ഇന്നെ ഏറ്റാൻ തുടങ്ങിയിട്ട്? അനക്കും വേണ്ടേ ഒരു കുടുംബം? അങ്ങനെ പറയരുതമ്മ. നിങ്ങളെ കാലടിയിലല്ലേ എന്റെ സ്വർഗം. എനിക്കിതാ പഠിച്ചോ 2 കുട്ടികളെ തന്നിക്കണു. ഇതല്ല അമ്മ നമ്മളെ കുടുംബം. എന്നാ വരി. എന്റെ മോന്റെ ഒരു ഭീതി. വരും മക്കളെ. അമ്മ ഒരു 100 രൂപ അടിക്കണേ. എന്തിനാ അനക്കിപ്പോ കായി? ഇപ്പൊ കോലായി ഇരിക്കണതാ. അനക്കാൻ പോയി ചോദിച്ചൂടെ? നിങ്ങൾ ഇപ്പൊ ഉണ്ടെങ്കിൽ തരി. മൂപ്പരോട് ചോദിക്കണേ നല്ല വല്ല വണ്ടിക്കും പോയി തലക്കണാണ്. അനക്ക് കുറച്ച് കൂടുന്നുണ്ട് ചക്ക. കൊറേ പൈസ ഇജ്ജ് നാസാക്കിയതല്ലേ? എന്റെ പൊന്നുമ്മല്ലേ നിങ്ങൾ കാട്ടിന്ന് പൈസ. അന്റെ സോപ്പിടലൊക്കെ ഉണ്ട് നിക്കട്ടെ. ഇന്ന പൈസ പിന്നെ നേരത്തെയും കാലത്തെയും ഒക്കെ ഇങ്ങോട്ട് കേറി വന്നോണ്ടി. ശരി എന്റെ മുത്തേ. ഹോ, എണ്ണടിക്കുള്ള പൈസ വല്ലാത്തൊരു ചേക്കൻ. എങ്ങട്ടാണാവോ? ഇജ്ജ് ഇന്നലെ രാത്രി ഏത് നേരത്താണ് ഇങ്ങോട്ട് കേറി വന്നത്? അനക്ക് പോയി ചിമ്പം വരാനും പോയി ചിമ്പ പോകാനും ഇതെന്താ ചന്തേ? ഞാൻ ഇന്നലെ രാത്രി 10 മണിക്ക് വന്നിക്കണ്. നോണേനാ നിങ്ങൾ മനോട് വെച്ച് നോക്കി. അതീ പിന്നെ ഞാൻ എപ്പോ വന്നാലും നിങ്ങൾക്ക് 3 മണിയാണല്ലോ. ഇജ്ജ് വല്ലാതെ ഒച്ചടണ്ട. 24 മണിക്കൂറും എന്റെ തൊള്ളേലെന്താ ബോംബെ ജപ്പാനാ? ഇഞ്ഞതെന്റെ തൊള്ളേല് കണ്ട അതോടുകൂടിയാവും എന്റെ മയ്യത്ത്. അമ്മാതിരി നശീകരം പിടിച്ച സാധനങ്ങളായിട്ട് നടന്നാലേ മലക്കേള് കേറിയോടും ഇങ്ങോട്ട്. മനുഷ്യനൊരു സുഖം പറഞ്ഞു കിട്ടില്ലാപ്പാ, കിട്ടില്ല. അവക്ക് ഇങ്ങനെ തന്നെ കിട്ടണോ? അന്നോട് ഇന്നാളെ ഞാനൊരു പാക്ക് ചോദിച്ചിട്ട് എന്റെ അടുത്ത് ഇല്ലായിരുന്നല്ല. പറച്ചോനെ പാക്ക് വെച്ചിട്ട് ഇപ്പൊ ഹാർട്ട് സെറ്റ് ഒന്ന് വെച്ചോക്കട്ടെ. നിങ്ങൾ 24 മണിക്കൂർ മോന്റെ നേരെ അങ്ങനെ ചാടിക്കോളി. ഓ ഇന്നലെ 7 മണിക്ക് വന്നിക്കണ്. ഒരു സുഖം കൊടുക്കൂല്ലോ അവനക്ക്. പെയ്ക്കന്റെ മുമ്പിന്ന് വെമ്പറന്നോളെ. അനക്കാണ് ആദ്യം തെരഞ്ഞത്. ഈ ഒരൊറ്റൊരുത്തിയാണ് ആ ചെക്കനെ കേടിയിരുത്തിയത്. ഒന്നും കേക്കണ്ട. മോനൊരു സൈസ്. താങ്കൾ വിളിച്ച നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. താങ്കൾ എത്ര നേരമായി നിന്നെ ഞാൻ വിളിക്കണേ? ഈ എന്നാ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിക്കണ്? നിങ്ങൾക്ക്
അറിയണതല്ലേ ക്ലാസ്സിൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. എന്നാലും അന്നെ കാണാനുള്ള പൂതിയുണ്ടല്ലോ ഇവിടെ നിൽക്കണേ. പെരേന്നൊരു സുഖവും പൂർത്തിയില്ലടോ. ഇപ്പൊ 24 മണിക്കൂർ കീറി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അത് പിന്നെ ശരി തന്നെയല്ലേ. നിങ്ങളിപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ ബിസിനസ് ഇട്ടെന്നു അത് നിങ്ങൾക്ക് നടത്താൻ പറ്റിയോ? അത് വിട്, ഇജ്ജ് നമ്മളെ കാര്യത്തിൽ കിടക്കും. പിന്നെ ഉമ്മ എപ്പോഴും പറയുന്നുണ്ട് ആ ജബ്ബാറാക്കാനെ കൊണ്ട് എന്നെ കെട്ടിക്കാന്ന്. നിങ്ങൾ അതിന് എന്തേലും ഒരു വഴി ഉണ്ടാക്കി. എന്നെ പറ്റി എന്റെ ഉമ്മാനെ പറ്റി നിങ്ങൾക്ക് അറിയണതല്ലേ. എന്റെ ഉപ്പ ആരാന്ന് തന്നെ എനിക്കറിയില്ല. ഞാൻ ജനിച്ചപ്പോ തന്നെ എന്റെ ഉമ്മാന്റെ മുഖം കണ്ടാ ഞാൻ വളർന്നത്. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. ഞങ്ങള് കെട്ടൂലേ സാബുക്ക? അന്റെ ഉമ്മാനെ കണ്ടിട്ടല്ല എന്നെ സ്നേഹിച്ചത്. ഒരു പുലിയും സിംഹവും എന്നെ കിട്ടൂല. കെട്ടുകയാണെങ്കിൽ എന്നെ ഈ സാബുവിനെ കിട്ടുള്ളൂ. ഇജ്ജ് ധൈര്യമായിട്ട് പോയിക്കോ. എന്നാ ഞാൻ പോട്ടെ. എന്നാടോ നോക്കണേ. പണി തരാം മോനെ. പിന്നെ വിളിക്കാം. ആ എന്താടാ? ഷബിന അവിടെ നിക്ക്. എന്തേ? കുഞ്ഞാമോജിന്റെ മോനെ അനക്കെന്താ പരിപാടി? ഏത് കുഞ്ഞുമാജി? എനിക്കറിയില്ല. ഒന്നും പറയണ്ട, ഒക്കെ ഞാൻ അറിഞ്ഞിക്കണ്. ഒരു കാര്യം മനസ്സിലായിക്കോ, അനക്ക് ഞാനേ ഉണ്ടാവുള്ളൂ. റുക്യമായി എനിക്ക് വാക്ക് തന്നാണ്, അത് തെറ്റിച്ച എന്റെ മയ്യത്തിൽ മനസ്സിലാക്കി കഴിയും. എന്താണോ എന്റെ മുഖത്ത് കണ്ണില്ലേ? കണ്ണുണ്ട്, അതിന് കാഴ്ചയുണ്ട്. അതല്ലൊക്കെ അറിയേണ്ടത്. എന്റെ അമ്മായിന്റെ മോള് ഷബിനായിട്ട് അനക്കെന്താ ബന്ധം? അതെന്തിനാ ഈ അറിയണേ? എനിക്കവളെ ഇഷ്ടാണ്, ഞാൻ അവളെ കെട്ടുകയും ചെയ്യും. എന്നാലേ ഈ പുലിക്കാടനും എന്റെ വാപ്പ കോന്തരാജും കൂടി ഒരു മുട്ട് കാണാം. എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ അവളെ എനിക്ക് തരൂല. അത് പുലിയാണോ പൂച്ചയാണോ നമുക്ക് കാണാം. എന്നോടാ ഈ പുലിക്കാടനോടാ കളി. പിള്ളേരും കൊണ്ട് കാണിച്ചോളാം, എനിക്കുള്ള പണി ഞാൻ തന്നോളാം. എടാ സുക്കൂറെ, ഇജ്ജ് പോയിട്ട് ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിട്ട് വന്ന. എടാ മണ്ട, അത് ബീഡിയാണ്. വല്ല ബുദ്ധിക്കുള്ള ഗുളിക വാങ്ങിക്കോ. ഞാൻ ഭരിക്കുന്ന സാധനം എനിക്കറിയില്ല. ഗോൾഡ് അത് വാങ്ങി. മുട്ടിന്റെ പടച്ചോനെ. ഹാജില്ലടാ അവിടെ. ഹാജിയാ? ഇതൊരു കാർസായും പോക്കറ്റിലൊരു പെണ്ണും വെച്ചാൽ ഇത് വലിയ ആളാന്നാട്ട് വിചാരം. എന്താ ജബ്ബാറെ, അനക്കെന്താ ഇവിടെ കാര്യം? കാര്യമില്ലാതെ ജബ്ബാർ എടുക്കും വലിഞ്ഞേറി വരാറില്ല. മോൻ സാബുനെ മര്യാദ നിർത്താൻ പറ്റുമോ? പറ, ഞാൻ അവനെ മര്യാദ നിർത്തും. എന്റെ മോനെ മര്യാദ നിർത്താൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായി ജബ്ബാറെ? നിങ്ങള് വലിയ ആലിമോ ആജിയരൊക്കെ ആവും, അതൊക്കെ ശരി. പക്ഷെ ഞാൻ കെട്ടാൻ പോണേ എന്റെ അമ്മായിന്റെ മോള് ഷബിനാനെ. ഓളെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യല നിങ്ങളെ മോന്റെ പണി. ഇനി അവനെങ്ങാനും അവളെ കണ്ടാല്, ഇനി അവളെ പിന്നാലെ നടന്നാല് ഈ പുലിക്കാരൻ ആരാണെന്ന് ഇങ്ങളും അറിയും, നിങ്ങളെ മോനും അറിയും. അത് മനസ്സിലാക്കിയാ മതി നിങ്ങള്. എന്റെ അമ്മായിന്റെ മോള്, അതായത് റുക്യാന്റെ മോൾ. പോയിക്കോടാ, അവൻ ആ പെണ്ണിന്റെ കയ്യും പിടിച്ച് ഈ പടി കടന്ന് ഇങ്ങോട്ട് വരൂല. ഇത് കുഞ്ഞാമാജിന്റെ വാക്കാ. പുലിക്കോടം പെയ്ക്കോ. പുലിക്കാട് ഇപ്പൊ പോകുന്നു.
വലൈക്കും അസ്സലാം. എപ്പ എത്തി? നാട്ടിലെങ്ങനെയൊക്കെ ഉണ്ടോ? മഴക്കല്ലേ? സത്താറെ അനക്കൊന്ന് കേക്കണം. 1000 വട്ടം പറഞ്ഞാ ഞാൻ ഇവനോട് ഇങ്ങോട്ട് കേറി വരണ്ടാന്ന്. നാട്ടിൽ വല്ല പണി നോക്കാൻ വേണ്ടിട്ട്. നാട്ടില് വല്ല പണിയെടുത്ത് കഴിഞ്ഞൂടെ അവനക്ക്? നല്ല സുഖല്ല അവിടെ. ഇവിടെ അറബികളെന്താ വാരിക്കോരി തരുന്ന അവന്റെ വിചാരം. ഇങ്ങോട്ട് വരുന്ന കത്തിലും ഫോണിലും ഇവിടുത്തെ മണ്ണൊന്ന് ചവിട്ടിയാ മതി എന്നായിരുന്നു അവന്. ഞാൻ എന്താ ചെയ്ത് ഒരു പേപ്പർ എടുത്താണ്ട് അയച്ചു കൊടുത്ത്. വന്നിക്കണ് ഇറങ്ങിക്കോട്ടെ വാരിക്കോട്ടെ. ഇവിടെ എന്താണ് മരത്തുമ്പോ കാഴ്ചല്ലേ? ഓട്ടുമ്പോ പരുന്ന് കെടുക്കല്ലേ റിയാല്. വാരിക്കോട്ടെ പെറുക്കിക്കോട്ടെ. എനിക്കൊരു വിരോധമില്ല. ഒഴിവാക്കടാ, ഒക്കെ ശരിയായിക്കൊള്ളുന്ന്. പുലർച്ചൊക്കെ പുറപ്പെട്ടല്ലേ, നീ കുളിച്ചിട്ട് വാ. ചെല്ലേ. സത്താറെ കുറെ നാളെ ഞാൻ ശ്രദ്ധിക്കണ്. പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിക്കണ്. ആരാടാ ഈ കുട്ടികള്? ഏതൊക്കെയാടാ കുട്ടികള്? ആരെ കുട്ടികളാ? ഇതെന്റെ പെങ്ങളെ കുട്ടികളാടാ, അസ്നി അസീനി. അത് ശരി. എനക്കറിയുന്നല്ലേ എന്റെ പെങ്ങള് മരിച്ചതൊക്കെ. ഇവരിപ്പോ എന്റെ വീട്ടിലാടാ. നീ പറഞ്ഞപ്പോഴാ ഓർമ്മ വന്ന്. ഞാൻ അവർക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. എന്നാ ഫോൺ ചെയ്. എനിക്ക് ഡ്യൂട്ടിക്ക് ടൈമായി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി. ഹലോ, അസ്സലാമു അലൈക്കും. കുട്ടികളെവിടെ? അസ്നി അസീനി അവരെവിടെ? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. നമ്മൾ അസ്നക്ക് തീരെ സുഖമില്ലാന്ന്. കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവർക്കൊരു കുഴപ്പമില്ല. എന്നാ കുട്ടികൾ നല്ല നോക്കണം. ശരി ശരി. പിന്നീട് വിളിക്കട്ടാ. ഓക്കെ, വെച്ചാളെ. അസ്സലാമു അലൈക്കും. അല്ലാ, പൂട്ടാനും സിക്കിനും ഒക്കെ നിർത്തിയല്ല കേരള സർക്കാർ. ഇപ്പൊ ഞാനിപ്പോ എങ്ങനെ ജീവിക്കും? ഹസീന അവിടെ ഇരുന്ന് കരയണ്. എന്തിനു മോളെ? ജീവാ വാവ്, പേടിക്കണ്ടട്ടാ. എന്തേ മോളെ എനിക്ക്? എന്തിനാ മോളെ കരയണത്? എന്താ എനിക്ക് പറ്റിയത്? നീക്ക് എന്തിനാ മോളെ കരയണ്? നിങ്ങക്ക് ഞാനുണ്ടല്ലോ. വരി അമല്ല കടലും ഒക്കെ ഞാൻ കാണിച്ചിറക്കി.
ഇണീക്കങ്ങട്ട് 12 മണി വരെ അങ്ങോട്ട് കേടുന്നുറങ്ങന്നെ. മലക്കള് കടക്കോടും ഇങ്ങോട്ട്. നന്ന രാവിലെ അങ്ങോട്ട് ഇറങ്ങും കാൽസറായിട്ടിട്ട്. പിന്നെ ആരാന്നപ്പ എന്റെ വിചാരം? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാ. റുക്കിയാന്റെ മോളേറ്റ് വല്ല ബന്ധുണ്ടെന്ന് ഞാൻ അറിഞ്ഞാല് അന്റെ മജ്ജത്തോട് ചിരിങ്കളിയായിരിക്കും. അങ്ങനെ വല്ല വിചാരം എന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ അങ്ങോട്ട് ഒഴിവാക്കിക്കാളെ. പണ്ടാറടങ്ങാനായിട്ട് 24 മണിക്കൂറും കിറി 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 ഒരു മനസ്സമാധാനം തരൂല മനുഷ്യന്. അമ്മാ ചാടുത്താണി കുടിച്ചാ രാവിലെ ചായയും രാത്രി ചാരായും. പിന്നെ നേരത്തും കാലത്തും ഇങ്ങോട്ട് വരണില്ലെങ്കിൽ കെടുക്കാനുള്ള സ്ഥലം പുറത്ത് എവിടെങ്കിലും നോക്കിക്കോ. ഏട്ടാ ഒരു ഫോൺ. ദാ ഏട്ടാ. ഒരുപാട് തവണ ജബ്ബാർ എന്നെ വിളിച്ച് അനക്ക് കൊഞ്ചാനല്ലേ നേരമുള്ളൂ. പക്ഷേ ജി കൊഞ്ചിക്കോ. പുലിക്കാടൻ ജബ്ബാറിന്റെ കായ് എന്നിട്ട് ജി കൊഞ്ചാ മതി. ഈശ്വരനെ വിചാരിച്ച് ഒരു അവധി കൂടി എനിക്ക് തരണം. എല്ലാ ദൈവങ്ങളും ജബ്ബാറിന് ഒന്നാണ്. കായ് മേടിച്ചപ്പോ ഓർത്തുള്ളൂ. അത് നീ മനസ്സിലാക്കിയാ മതി. ഏട്ടാ ആരെ ഇവരൊക്കെ? എന്താ ഉണ്ണി, എന്താ എനിക്ക് പറ്റിയത്? ജബ്ബാറിന് കുറച്ച് കാശ് കൊടുക്കാണ്ടായെന്ന് അവൻ ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കി. എന്നാ ജി കൊടുക്കാന്ന് പറഞ്ഞത്? ഞായറാഴ്ച അവൻ വരാന്നാ പറഞ്ഞത്. ആ ഹിമാറിനെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത മട്ടാണല്ലോ. ഞായറാഴ്ച അല്ലേ? അള്ളാന്റെ വിധി ഉണ്ടെങ്കിൽ നമുക്ക് ഞായറാഴ്ച കൊടുക്കാം. ഇജ്ജി ബേജാറാവണ്ട. മോള് വരി. നിങ്ങള് വരിക ആജിക്ക. പഠിച്ചോൻ കാണുന്നുണ്ടല്ലോ. ആരും കാണാനില്ല. ഞങ്ങളെ കുട്ടികളൊക്കെ അവിടെ നല്ല മത്തിയുണ്ട്. കുറച്ചെടുത്തോളി. നിങ്ങൾക്ക് എന്ന് ഈ മത്തിയനുള്ളൂ? നിങ്ങളല്ലല്ലോ എന്നും വരല്. കുട്ടികളല്ലേ അവരോടെ. ഞങ്ങള് മുട്ടായി കൊടുത്തിട്ടുണ്ട്. വിളിക്കവരെ. കുട്ടികളൊന്നും ഇവിടെ ഇല്ല. അവരവരെ ബാപ്പ മൈസൂർക്ക് കൊണ്ടേക്കും. നിങ്ങൾക്ക് കുട്ടികൾക്ക് മുട്ടായി കൊടുക്കലേ പണി. നിങ്ങൾക്ക് മീൻ വിറ്റാ പോരെ? എന്തോ ഒരു പന്തികേടുന്നല്ല വർത്താനത്തില്. കണ്ടുപിടിച്ചോളാം നമ്മള്. പിന്നെ ആചരെ എന്താ മീൻ കൊടുത്തില്ലേ? അതൊക്കെ കൊടുത്തുന്ന്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ. എന്താ? കായ് വല്ലതും വേണം? അതൊന്നുമല്ലാന്ന്. നമ്മളെ സത്താറിന്റെ പെങ്ങളെ കുട്ടികളെ 2-3 ദിവസമായിട്ട് കാണാനില്ലാന്ന്. ആന്ന്. അത് ജോലിയില്ലാത്ത നേരത്താവും ചെന്നിട്ടുണ്ടാവില്ല. അതല്ല ആചാര്യ, ആ പെമ്പർനോത്തിന്റെ ഭർത്താനത്തിൽ എന്തോ പന്തികേടുണ്ട്. മറ്റേ ഞമ്മള് ചെന്നാല് പാത്രമായിട്ട് ആ കുട്ടികള് എന്റെ അടുത്ത് ഓടി വരുന്നതാണ്. നിങ്ങള് നല്ലൊന്ന് അന്വേഷിച്ചാള്. ഞാൻ പോട്ടെ ആചാര്യ. പിന്നെ ഫാത്തിമ എന്തോ? ഇങ്ങോട്ട് വാ. എന്താ ഹാജിക്ക? സത്താറ് വിളിച്ചിരുന്ന? ഇപ്പം വിളിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അതൊക്കെ അവിടെ നിക്കട്ടെ. കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ച. അത് ഹാജിക്ക അവര്. അപ്പൊ അംസ പറഞ്ഞത് ശരി തന്നെയാണല്ലേ? പരിങ്ങണ്ട ഫാത്തിമ.
കുട്ടികളെ ജന്താ ചെയ്തെന്ന് ജിപ്പ പറയണം. എന്റെ ബുദ്ധിമോശം കൊണ്ട് ഞാൻ കുട്ടികളെ കൊറേ ചീത്ത പറഞ്ഞിക്കണ്. അത് കുട്ടികളെ ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയിട്ടില്ല. എന്നോട് പൊറുക്കണ ഹാജിക്ക. ഇജ്ജ് നൊലളിച്ചിട്ട് എന്താ കാര്യം? ഉമ്മല്ലാത്ത 2 കുട്ടികളാ. സ്വന്തം ഇമ്മാനെ പോലെ നോക്കൂന്നുള്ള വിശ്വാസത്തിലാണ് സത്താർ ഇവിടുന്ന് പോയത്. അല്ല, ഓനോട് ഇപ്പൊ എന്താ പറയാൻ കരുതിയിരിക്കണത്? എനിക്കൊന്നൊരു തെറ്റ് പറ്റിപ്പോയി ഹാജിക്ക. അനക്ക് തെറ്റ് പറ്റിയിരിക്കണെന്നുള്ളത് ശരി തന്നെ. കുട്ടികള് പോയിട്ട് ഇത്രയും ദിവസമായിട്ട് ഈ കാര്യം സത്താറിനൊന്ന് വിളിച്ചറിയിച്ചോ? പോട്ടെ, എന്നോടൊന്ന് പറഞ്ഞോ? അതിന് ചോര എന്റേതല്ലല്ലോ, ഓന്റതല്ലേ. ആ യത്തീം കുട്ടികളെ ശാപം കിട്ടാതിരിക്കാന് പടച്ചോനോട് ദോർന്ന് എന്റെ പെമ്പറന്നോളെ. ജിക്കറിയല്ലേ, ഞാൻ പറഞ്ഞു ഒന്ന് മനസ്സിലാക്ക്. എന്റെ വീട്ടിലെ അവസ്ഥ നിനക്ക് അറിയുന്നതല്ലേ. ഇതൊക്കെ അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ സ്നേഹിച്ചത്? എന്റെ ഇപ്പത്തെ അവസ്ഥ അതൊന്നും എനിക്ക് കേക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളെ പെരേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? ഷബിന, അന്നെ കൂട്ടി എന്റെ വീട്ടിൽ പോയാല് എന്റെ ബാപ്പ നമ്മളെ 2 ആളെയും വെട്ടി നോക്കും. എന്റെ ബാപ്പാനെ പറ്റി എനിക്ക് അറിഞ്ഞല്ലേ. ജബ്ബാറൊക്കെ കഴുത്ത് നീട്ടി കൊടുക്കണേക്കാളും നല്ലത് നിങ്ങളെ ബാപ്പാന്റെ വെട്ടോണ്ട് മരിക്കുക. ഇതെല്ലാം അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ എന്നെ സ്നേഹിച്ചത്. നിങ്ങൾക്ക് ഇത്ര തന്നിടലാന്ന് ഞാൻ അറിഞ്ഞില്ല. ഷബിന, നീയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കി. എന്റെ കണ്ണീർ നിങ്ങൾക്ക് ശാപം കിട്ടാതിരിക്കാനായിട്ട് ഞാൻ പഠിച്ചവനോട് തുറന്നോളാം. ആരാ സത്താറോ? എപ്പോഴാ ഇറങ്ങി? ഇറങ്ങിയിട്ടുള്ളോ? ഫാത്തിമോടെ ഓളകത്തുണ്ട്. ഫാത്തിമ ഇവിടെ വന്നാ. ഓളോട് ഇപ്പൊ ഒന്നും പറയണ്ട. ഓളാകെ ബേജാറില്ല. കുട്ടികളെങ്ങനെ ചെയ്യുമെന്ന് നമ്മക്കറിയോ? എനിക്കൊന്നും കേക്കണ്ട. ഇപ്പൊ അവളോടാ പറയാനുള്ളത്. എന്തിന്റെ കുറവാടി നിനക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഇന്റെ സൂറാന്റെ കുട്ടികളെ കൊണ്ട് നിനക്ക് എന്ത് ശല്യാടി ഇവിടെ ഉണ്ടായിട്ടുള്ളത്? അത് എനിക്ക് ഇപ്പൊ അറിയണോ? സത്താറാക്ക, എന്നോടൊന്ന് പൊറുക്കണം. എന്ത് പൊറുക്കണം എന്നാ ഈ പറയണത്? ഇത്രയും ദിവസമായിട്ട് നിങ്ങൾ ഇന്നൊന്ന് അറിയിച്ചാ? ആജിക പറഞ്ഞിട്ടാ ഞാൻ അറിയണത്. എന്നിട്ട് എന്നോട് പൊറുക്കണമെന്നാ? ഇന്റെ കുട്ടികൾ എന്റെ കണ്ണുമുമ്പിൽ കാണാതെ അനക്ക് മാപ്പില്ല. തട്ടിയും കാലാവുമ്പോ തട്ടിമുട്ടിയൊക്കെ ഉണ്ടാവും. അതൊക്കെ നീ വിടുമോനെ. നിങ്ങളോട് ഞാൻ വർത്താനത്തിനില്ല. നിങ്ങൾ നിങ്ങളെ പണി നോക്കിക്കോളി. ഇജ്ജ് ബേജാറായിട്ട് കാര്യമില്ല സത്താറെ. ഞമ്മക്ക് കുട്ടികളെ കണ്ടെത്താനുള്ള വഴി എന്താച്ചാ നോക്കാം. നോക്കി, നമുക്ക് പോലീസിലൊന്നും അറിയിച്ചല്ല. എനിക്കൊന്നും അറിയില്ല. എന്റെ കുട്ടികൾ ഇപ്പൊ എവിടെയാണ്, എങ്ങനെയാണ്? ഇജ്ജ് കരണ്ട സത്താറെ. ഓലിക്കൊന്നും ഉണ്ടാവില്ല. ഞമ്മക്ക് അവരെ കണ്ടെത്താം. കീറാമുട്ടി ഒന്ന് വേഗം നോക്ക്. മനുഷ്യന്മാർക്ക് വേഗം പോള്ളതാ. തരക്കൂടല്ലിട്ടാ. ഓരോന്ന് ഓരോരുത്തരും എടുത്തുതരാം. എനിക്ക് ഈ മിഠായി മതി. 2 മുട്ട എടുത്തടി. ഒരു സോഡ ടീനി. ലോട്ടറി ഒക്കെ നിർത്തിയതാണ് മക്കളെ. ചെറുതായിട്ട് തിന്നാ മതി. ആയിക്കോട്ടെ. ഒന്നെനിക്ക് ട്ടാ. പൈസ ബാക്കി ആയിക്കോട്ടെ. വിരി നീ കരരുതിട്ടാ. പതുക്കെ ഒരിക്കൽ തന്നെ ആക്സിഡന്റ് ആയതാണ്. പതുക്കെ അങ്ങനെ പതുക്കെ ഇങ്ങനെ പോരിട്ടാ എന്റെ പിന്നാലെ. പോയ ആളെ ഇവിടെ അത് നമ്മളെ ലോട്ടറി കച്ചവടക്കാരൻ ഭാവയാണ്. അപ്പൊ കുട്ടികളെ ഏതാണ്? അത് ഓന്റെ കുട്ടികളൊന്നും അല്ല. കൊറേ കാലായിട്ട് ഓന്റെ ഒപ്പം. നിങ്ങളിപ്പോ എവിടുന്നാ? ഞാൻ കുറച്ച് ലോങ്ങുന്നാ. ഇവിടെ കല്യാണത്തിന് വേണ്ടി വന്നാ. ഓക്കെ, അവന്റെ വീട് എവിടെന്ന് അറിയാം നിങ്ങക്ക്? ഓനെ കുറിച്ച് അറിയില്ല. ഓനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ലോട്ടറി കടയിൽ ചോദിച്ചാൽ മതി. പോട്ടെ. ശരി.
നമുക്ക് സ്വിമ്മിംഗ് പൂൾ മാതിരി വലിയൊരു കുളം കാണിച്ചത് നമുക്ക്. എല്ലാവാ ഇതേതാ കുട്ടികള്? എന്റെ കല്യാണം കഴിഞ്ഞ അപ്പൊ ഇജ്ജ് അറിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഓന്റെ പായ ഈ ഇന്നോട് പറഞ്ഞില്ലല്ല. അതിനൊന്നും നേരം കിട്ടിയില്ല. പോട്ടെ, അതും വിശ്വസിച്ചു. വെള്ളത്തേക്ക് ചാടല്ലേ കേട്ടാ, വെള്ളത്തേക്ക് ചാടല്ലേ. മെല്ലെ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു പരിപാടി കാണിച്ചു കേട്ടാ. ആദ്യം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഈ തോർത്തുണ്ട് മാറ്റിയിട്ട് ഞാനൊരു പരിപാടി കാണിച്ചു തരാം. അങ്ങനെ മുണ്ട് ഊരിയിട്ട് ഇങ്ങനെ പൊഴിഞ്ഞ് വെച്ചിട്ട് അപ്പുറത്തേക്ക്. നീന്താൻ അറിയാന്നാ? എനിക്ക് ഫസ്റ്റ് കിട്ടിയതല്ലേ. ഒരു പരിപാടി കാണിച്ചു തരാം. റെഡി, 1 2. ഞാൻ കോഴിയിടുമ്പോ നിങ്ങൾ 100 വരെ എണ്ണണം കേട്ടാ. റെഡി, 1 2 3 4 5 6 7. മനുഷ്യന്മാരെ പാർത്ത് പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലോ. രക്ഷപ്പെട്ടല്ലേ. എന്റെ അമ്മോ, അതും വെള്ളം പുറത്തും വെള്ളമുള്ള ഈ കുളത്തിലെ വെള്ളം മുഴുവൻ കുടിച്ച. ഇതിപ്പോ 3ാമത്തെ തവണ ഇപ്പൊ ഈ വെള്ളത്തിൽ വന്ന് ആ പറമ്പ് കുളഞ്ഞടാ. ഇജാതി പോയി കൊടുക്കണ്ട. എന്നെ പറ്റിക്കാൻ വേണ്ടി എന്താ മനസ്സിലാക്കാൻ. സത്താർ, ഈ എന്നടാ വന്നേ? ഒരാഴ്ച ആയടാ. നിനക്ക് സുഖല്ലടാ? കുഴപ്പമില്ലാതെ പോണ്. എന്നാ നോക്കടാ. പിന്നെ സത്താറേ, നിന്റെ പെങ്ങളെ കുട്ടികൾ ഇപ്പൊ എവിടെടാ? വളരെ വിഷമത്തിലാടാ ഞാന്. കുട്ടികൾ എവിടെ പോയി എന്നുള്ള ഒരു വിവരമില്ല. ഇനി തരാൻ ഒരു സ്ഥലവും ഇല്ല. ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഇപ്പൊ നാട്ടിൽ തന്നെ വന്നത്. പിന്നെ വയനാട് ഒരു കല്യാണത്തിന് ഞാൻ പോയപ്പോ നിന്റെ പെങ്ങളെ കുട്ടികളെ പോലത്തെ 2 കുട്ടികളെ ഞാൻ ഒരാളപ്പം കണ്ടു. പിന്നെ ഈ ഒരു കാര്യം ചെയ്യും, ബത്തേരിയില് ശ്രീലക്ഷ്മി എന്നൊരു ലോട്ടറി കട ഉണ്ട്. ഈ അവിടെ ഒന്ന് പോയി നോക്ക്. ചിലപ്പോ അവിടെ കാണാൻ സാധ്യത ഉണ്ട്. എന്നാ ഓക്കെ, പോട്ടടാ. മക്കളെ, എന്റെ മക്കളെ കാണാഞ്ഞിട്ട് മാമ എത്ര വിഷമിച്ചെന്നറിയോ. എന്നാലും മാമനെ വിട്ട് നിങ്ങള് പോന്നല്ല. എന്റെ പൊന്നു മക്കൾക്ക് സുഖല്ലേ? ആരാങ്ങള്? ആരാങ്ങള്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? കുട്ടികളെ വെടി നിങ്ങള്. ആജിക, എന്റെ മക്കള്. ഇത് ഞങ്ങളെ കുട്ടികളാണല്ലോ മോനെ. നിങ്ങളെ കുട്ടികളാ? നിന്റെ കുട്ടികളാണ്. എന്റെ പൊന്നു മക്കളാണിത്. ഈ നിക്കണത് ഈ കുട്ടികളെ മാമന. ഞങ്ങള് കുട്ടികളെ കൊണ്ടുപോകാൻ വന്നതാ. തരൂല ഞാൻ. നിങ്ങളല്ല, പട്ടാളം വന്നാലും ശരി. കൊണ്ടുപോകണമെങ്കിൽ പാവനെ നെഞ്ചത്ത് ചൊട്ടി കൊണ്ടുപോകണം. ബാവാ, ജി നമ്മള് പറഞ്ഞു കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. ഈ അത് കേക്കണം. അനക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ നിൽക്കണ മനുഷ്യന് ഓന്റെ പെങ്ങളെ സ്നേഹിച്ച കഥ, ഓള് മരിച്ച കഥ എല്ലാം ഇജ്ജ് അറിയണം. ഇജ്ജത് അറിഞ്ഞേ പറ്റി. അവിടേക്ക് ഇവിടെ വാജി. അന്റെ പെങ്ങളെ കാര്യൊന്നും ആയിട്ടില്ല. ഒന്നും ആയിട്ടില്ല. ഇജ് ബേജാറാണ്ട. നല്ലൊരു കാര്യം വന്നിക്കണ്. ആളീ നിക്കുന്നതാണ്. പ്രായം തന്നെ ഉള്ളൂന്ന്.
അതൊന്നും നടക്കൂലെന്ന്. അഞ്ച് 1 ലക്ഷം ഉറുപ്പ്യ അതുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് നടത്താന്ന്. വിഷം വാങ്ങാൻ വരെ എൻ്റെ അടുത്ത് പൈസ ഇല്ല. അത് നിങ്ങൾക്ക് അറിയണല്ലേ. പിന്നെ എന്തിനാ ഇയാളൊക്കെ കൂട്ടിങ്ങോട്ട് വന്നിക്കണേ? എന്നാച്ചൊരു കാര്യം ചെയ്യ്, അങ്ങോട്ട് തെറിച്ചോ, ഞാൻ അങ്ങോട്ടും തെറിച്ചോ. അതന്നെ നമ്മള് പറഞ്ഞില്ല ഞങ്ങളോട് മുറി അർപ്പിക്കാനും. ഇതപ്പൊ ചായ. ആരാപ്പത്? അസ്സലാമലൈക്കും. വാലൈക്കും സ്ലാം. ആ സ്റ്റൂളിൻ്റെ എടുത്താ മോളെ. വാ. മാമാന്റെ കാലുവേന എങ്ങനെയുണ്ട്? ഡോക്ടറെ കാണിച്ചിരുന്നാ? അത് കാണിച്ചിട്ടൊന്നും കാര്യമില്ല, വെറുതെ കായ കൊണ്ട് കൊടുക്കാന്നല്ലാതെ. അത് പോട്ടെ, സൂറമോളെ കാര്യം എന്തിലായോ? എന്താവണ്? ഇന്നലെ ഇപ്പൊ ഒരാളെ കണ്ട്, നിങ്ങളെക്കാളും പ്രായമുണ്ട്, അതിനും വേണം ലക്ഷങ്ങള്. അല്ല മോനെ, വാച്ച്മാനൊക്കെ എന്താ കണ്ടിക്കണ്? നിക്കാ കഴിഞ്ഞല്ലേ ഓളാനക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, ആദ്യം സൂറാന്റെ എന്തെങ്കിലും ഒന്ന് ആവട്ടെ. നമ്മളെ മൻസൂർ ഒരു വിസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടിയ ധൈര്യമായി. ഇന്റെ ഇപ്പത്തെ സ്ഥിതി ഇങ്ങക്ക് അറിയണല്ലേ. അന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, ഒക്കെ എന്റെ തീരുമാനം പോലെ നടക്കട്ടെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. സൂറ വാ. ചായ കുടിച്ചിട്ട് പോയാ പോരെ? ഞാൻ ഇവിടെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നതാ, അപ്പോ ഞങ്ങൾ കൊണ്ടൊന്ന് കേറിയതാ. അതിനെന്താ ഓൾക്ക്? ഒന്നുമില്ല, ഒരു പല്ലുവേദന. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. ഫാത്തിമ ശരി. ആ ശരി. അബ്ദുറഹ്മാനിക്കേ. വാലൈക്കും സലാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അന്റെ പെങ്ങളെ കാര്യം എന്തായി? ഒന്നും ആയിട്ടില്ല. നല്ലൊരു കാര്യണ്ട്. നിങ്ങളൊന്നും ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻക്ക, ലക്ഷങ്ങളൊന്നും കൊടുക്ക ഇന്റെ അടുത്ത് കായില്ല. അന്നോട് പല ലക്ഷങ്ങളൊക്കെ ചോദിച്ചത്. ചെങ്ങായി ഇത് മൈസൂരിലാണ്. നല്ല കാര്യം. എനിക്കിപ്പോ നടത്താൻ പറ്റുമോ? മൈസൂരിനാ? അതൊന്നും ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? എനിക്കറിയണല്ല. ആലിക്കുട്ടിന്റെ മോളെ, അവളെ നമ്മൾ കോയമ്പത്തൂർക്കല്ലേ കെട്ടിച്ചത്? ഹംസാന്റെ മോള് കഴിഞ്ഞ ആഴ്ചല്ലേ കൊടക് കെട്ടിച്ചത്? അവരിക്കൊക്കെ ഇപ്പൊ എന്താ സുഖം? എന്നാലേ അവരോട് വീട്ടിൽ വരാൻ അതിന്റെ ശരി. എന്നാലേ ഞാൻ അവരായിട്ട് അത് വരാം. അങ്ങോട്ട് വെച്ചോ, ഞാൻ ഇങ്ങോട്ടും തിരിച്ചോ. എപ്പോഴും മാറിയിട്ടില്ല. സൂറ, ഒരു ഗ്ലാസ് വെള്ളം എടുത്താ? വെള്ളം. മോളെ സൂറ, നമ്മളെ ബ്രോക്കർ അദ്രാമക്ക ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട് മൈസൂരിന്നാ. ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ? ഒക്കെ കേൾക്കാൻ ഇഷ്ടം, നിങ്ങൾ തീരുമാനിച്ചോളി. സത്താറല്ലത്? സത്താറ, എന്താ പാട്? ഇജെന്താ അങ്ങനെ ഇരിക്കണ? എന്ത് പറ്റിയ എനിക്ക്? അബ്ബാസേ, നമ്മളെ സൂറാക്ക് ഒരു കാര്യം വന്നിക്കണടാ. അതിനെന്താ, നമുക്ക് നടത്തണോ? ശരിയാ, നടത്തണം. ഇത് മൈസൂർ നാടാ, നിനക്കറിയാവുന്നല്ലേ. നമ്മളെ നാട്ടിൽ നിന്ന് എത്ര പോരം കാര്യം വന്ന് ഓരോരുത്തർ ചോദിക്കണത് 50 പവന് 2 ലക്ഷം ഉറുപ്പ്യ. ഞാനത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്? എന്റെ പൊന്നു സത്താറെ, നമ്മള് പത്രങ്ങളിൽ വായിക്കുന്നല്ലേ, മൈസൂർ കെട്ടിച്ച് ഗുഡല്ലൂർ കെട്ടിച്ച് അതായി ഇതായി.
ഇജിത് നല്ലോണം അന്വേഷിക്കണം. ഇത് നമ്മളെ ബ്രോക്കർ അത്രമാൻ കൊണ്ടുവന്ന കാര്യ. അവര് നമ്മളെ നാട്ടിൽ നിന്ന് പോയരാടാ, നല്ലവരാ. ആ ഒരു സമാധാനത്തിലാണ് ഞാൻ ഇത് നടത്താൻ തന്നെ തീരുമാനിച്ചത്. അവരിപ്പോ എന്താ ചോദിക്കണേ? ചോദിക്കണമെന്നൊന്നും പറയണ്ട. 10 പവനും 20,000 റുപ്യ. സൂറാക്ക് ഞാൻ മാത്രമല്ലടാ ഉള്ളൂ. ഇതും കൂടി നടന്നില്ലെങ്കിൽ ഞാനൊരാങ്ങളെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നിട്ട് എന്താടാ കാര്യം? ഇത് നോക്കണ്ട സത്താറ, എല്ലാം നമ്മൾ ആജിക്ക് ചെയ്തോടാ. ആ ഒരു വിശ്വാസം എനിക്ക് സാറില്ല. എല്ലാം പുറച്ചാൻ കാണില്ലേ, ഒക്കെ സലാമത്താക്കി വരും. ആജിക്ക് അവിടെ ഉണ്ടാവോ? ആ പോക്ക് വെറുതെ ആവോ? ഉണ്ടെന്ന് തോന്നുന്നു. നമ്മ പോയി നോക്കുക. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇരിക്കേ. എവിടുന്നാ ഇപ്പൊ രണ്ടാളും കൂടി? ആജിക്ക, സത്താറിന് സൂറാക്ക് ഒരു കാര്യം വന്നിക്കണ്. അൽഹംദുലില്ലാ, നല്ല കാര്യാണെങ്കിൽ ഞമ്മക്കത് അങ്ങോട്ട് നടത്താ. അല്ല സത്താറെ, എവിടുന്നാ ഇപ്പൊ ഈ കാര്യം വന്നിക്കണ്? മൈസൂരിന്നാ. എന്താ സത്താറ ഈ പറയണ്? മൈസൂർക്കാ അവളെ കെട്ടിക്കണ്? ആഗ്രഹം ഉണ്ടായിട്ടല്ല റസിയാത്ത, ഇന്റെ ബുദ്ധിമുട്ടോണ്ടാണ്. ഇന്റെ സ്ഥിതി നിങ്ങൾക്കൊക്കെ അറിയുന്നല്ലേ. അതൊക്കെ ഞമ്മക്കറിയാം. എന്നാലും ഒന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്താ പോരെ? അല്ല, ഈ ജോളോട് ഇക്കാര്യം പറഞ്ഞിക്കണ? പോൾ എന്ത് പറയാൻ ആജിക്ക, ഒക്കെ എക്കാന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നാ പറഞ്ഞത്. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. കായിന്റെ കാര്യം ആലോചിച്ചിട്ട് ഇജ്ജ് ബേജാറാ. കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങോട്ട് തുടങ്ങിക്കോ. പിന്നെ അബ്ബാസ്, ഈ ജിസാബുനൊന്ന് കണ്ടാണ്. കല്യാണത്തിന് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് അവന്റെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിച്ചാ ഓനാണ്ട് എത്തിച്ചോളൂ. അത് ഞാൻ കൊടുത്തോളാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആ ശരി. പണ്ടാരക്കാലം കുൽക്കലുക്ക് അറിയിച്ചു വെച്ച പിന്നെ പുറത്തൂരൊരു കാര്യണ്ട്. കുട്ടി 110. ഇതെനിക്ക് എന്തായാലും പറ്റും. ജയ്, നാളെ ബസ് സ്റ്റാൻഡിന്റെ ബൂത്ത് കണ്ടു വാ. നാളെ രാവിലെ. പിന്നെ ഒരു 100 റുപ്യ എടുക്കും. അനുരാഗ എടാ കീറാമുട്ടി, ഒന്ന് വേഗം എടുത്തിട്. കീറാമുട്ടി, അത് പുതിയൊരു പേരാളാ നിങ്ങളുണ്ടല്ല. അങ്ങനെ വിളിച്ചാ മതി. ഈ പഹനെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. വലൈക്കും അസ്സലാം. ആരൊക്കെ ഇപ്പൊ വന്നിട്ടുള്ളത്? റസിയ, ആരൊക്കെ വന്നിക്കണ് നോക്കിച്ച്? ആ മോളെ ചോദിക്കട്ടെ ഞാന്. എങ്ങനെ എടുത്ത കാലിന് മുട്ടുവേന? കുറവുണ്ട്. കോട്ടക്കത്തെ ഉച്ചിലോണ്ട് കുറച്ച് സമാധാനമുണ്ട്. പിന്നെ കല്യാണം എടുത്തിക്കണ്? ഇവൾക്കുള്ള സാധനങ്ങളൊക്കെ എടുത്താ? എടുക്കാൻ പോണ വഴിയാണ്. റസിയാത്താനെ കണ്ടിട്ട് ഒന്ന് പോകാമെന്ന് കരുതി. റസിയാത്താനെ കൂട്ടി 2 ദിവസം മുമ്പ് തന്നെ അങ്ങോട്ട് വരണം. ഇവളെ കാര്യം എനിക്ക് അറിയണല്ലേ. ഇജ്ജി പേടിക്കണ്ട. എല്ലാ കാര്യത്തിനും എന്റെ കൂടെ കുഞ്ഞോളുണ്ടാകും. എല്ലാം അള്ള സലാമത്താക്കി തരും. ഇജ്ജി ധൈര്യമായിട്ട് പോയിക്കോ. എന്റെ കുട്ടീനെ പടച്ചോൻ കാക്കും. ഒക്കെ നന്നായി വരും. ഇജ്ജി നേരത്തെ തന്നെ അങ്ങോട്ട് വാ. ഞാനും ഉപ്പിയും കുഞ്ഞോളമ്മയും കൂടി ആണ് വന്നോളാം. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. പോയിട്ട് വരട്ടാ. ചെറിഞ്ഞാലോ
അതോ അന്നോട് ഞാൻ എന്താണ് പറഞ്ഞത്? ഞാൻ കൊറേ നേരം എന്നോട് പ്രശ്നം തുടങ്ങിയിട്ട് എന്റെ ചവിട്ടെടുത്തേച്ച് മാൽപ്പുറത്തെത്തും. ഒന്നുകൂടി ഞാൻ കാട്ടി തരാം. ജിക്കിട്ട് വാ. മഞ്ചേരി പോക്കാ ക്ലിയർ ആക്കി തരാം. എന്നോട് അപ്പത്തന്നെ പറഞ്ഞില്ല എന്നെ കൊടുത്തോന്ന് പറ്റാഞ്ഞിട്ടല്ലേ പറഞ്ഞില്ലേ നമ്മളെ സത്താറാക്കാരന്റെ സൂറാന്റെ കല്യാണാണെന്ന്. മൈസൂർക്കാണ് കെട്ടിക്കണേ. പള്ളറച്ച് തേച്ചോടുന്നിട്ടാ ഒപ്പനി കാണാം. ഇത് വേടാ നമുക്ക് പോയാലോ? പറയാത്ത കല്യാണത്തിന് കംപ്ലീറ്റ് ബേക്കോ? ഓ, 4 ആള് സിഗരറ്റ് വലിക്കണ പുക കണ്ടാല് ചെമ്പിന് ദമ്മിട്ട വെച്ചിട്ട് രാവിലെ തന്നെ ഉണ്ടാവും ഉജ്ജ അവിടെ. ഇനി നമ്മക്കണ്ട് പോവാ. അല്ല പിന്നെ ഇജ്ജാണ് നടന്നുട്ടാ. എന്നാ വാണി. നാരി സുഹ്റാ നിൻ കല്യാണം നാണമായൊളി കണ്ണെറിയരുതേ. നിന്നരികിലെത്തും മണവാളൻ മൈസൂരിനഴകേറും സുൽത്താൻ. നാരി സുഹ്റാ നിൻ കല്യാണം നാണമായൊളി കണ്ണെറിയരുതേ. നിന്നരികിലെത്തും മണവാളൻ മൈസൂരിനഴകേറും സുൽത്താൻ. പൊന്നുമിന്നും ചാത്തി നിൽക്കും പൊന്നിൻ കുടമേ മാൻമിഴിയെ. കരിവളക്കൈ താളം കേട്ടു കരിമിഴിയിൽ നാണം വന്നു. പൂനിലാവിൻ പുഷ്പമേ നീ പാടിടല്ലേ തേങ്ങിടല്ലേ. പുഞ്ചിരിക്കും നിന്റെ തോഴൻ വന്നു ചേരും ഇന്നു മോളെ. നാരി സുഹ്റാ നിൻ കല്യാണം നാണമായൊളി കണ്ണെറിയരുതേ. നിന്നരികിലെത്തും മണവാളൻ മൈസൂരിനഴകേറും സുൽത്താൻ. എൻ്റെ നെഞ്ചിലെ കുഞ്ഞിളം പെങ്ങളെ എന്നുമീ ഓർമ്മയിൽ നീറിടാൻ എൻ വിധി. ഇക്കാന്റെ മനസ്സിലെ പുന്നാരമോളെ ഇക്കാറ് കഴിഞ്ഞാൽ സുൽത്താന്റെ റൂഹി. സുബർക്കത്തിൻ തോപ്പിൽ നീരാടുവാൻ നേരമായി. നാരി സുഹ്റാ നാരി സുഹ്റാ നിൻ കല്യാണം നാണമായൊളി കണ്ണെറിയരുതേ. നിന്നരികിലെത്തും മണവാളൻ മൈസൂരിനഴകേറും സുൽത്താൻ. കുഞ്ഞുനാൾ തൊട്ടു നീ എൻ കളി തോഴിയായി. കാലമാകും വിധി വേർപിരിഞ്ഞിടുവാൻ. അരിമുല്ലപ്പൂവിൻ അഴകൊത്ത ചിരിയായി അഹദവനേകിയ അഴകുള്ള സുൽത്താൻ. ഇതാ നിന്റെ ചാരേ മഹർമാല മാറിൽ ചാർത്തുവാൻ. നാരി സുഹ്റാ നാരി സുഹ്റാ നിൻ കല്യാണം നാണമായൊളി കണ്ണെറിയരുതേ. നിന്നരികിലെത്തും മണവാളൻ മൈസൂരിനഴകേറും സുൽത്താൻ.
ಮಕ್ಕಳು ಗಲಾಟೆ ಮಾಡಿದ್ರು. ನಡಿಲೋ ಬೇಗ ನಡಿಲೋ, ಗಾಡಿ ಈಗ ಬರ್ತಲ್ಲ. അബ്ബാസേ ആജിക്കാനെ കണ്ടില്ലല്ലോ. കാക്കണ്ട മംഗലാപുരം വരെ പോകുന്നു പറഞ്ഞു. ശരിയാ. ನಾಗೂ ಹೋಗಿ ಬರ್ತೇನೆ. ഇക്കക്ക പോയോ ഇക്കക്ക പോട്ടെ. എന്റെ നെഞ്ചിലെ കുഞ്ഞിളം പെങ്ങളെ എന്നുമീ ഓർമ്മയിൽ നീറിടാൻ എൻ വിധി. ലക്ഷം അവിടെ കൊടുത്താളാ. ഓക്കേടാ, ഞാൻ വിളിക്കാം. ജബ്ബാറെ ഈ എന്താ ഇവിടെ? ഞാൻ ഒരു സ്ഥലക്കച്ചവടത്തിന് വന്നാ. പെങ്ങളെ കല്യാണമൊക്കെ സുഖമായിട്ട് കഴിഞ്ഞില്ലേ? അല്ല പൈസക്കൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ലല്ലോ? ഒന്നുമില്ല ജബ്ബാറെ, പടച്ചോന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പിന്നെ മൻസൂർ വിളിച്ചിരുന്നു, എന്റെ വിസ റെഡി ആയിട്ടുണ്ട്. ഹലോ, അതെ ഞാൻ ഇപ്പൊ ടൗണിൽ കണ്ടു വരും. सोना चाहिए, जैन गंडरी, हम लोग शराब पीने के लिए सोना चाहिए. गंडरी, जैन गंडा, एडिकड़ी, डराड़ा मार रहा. गंडरी, बाहर के जाएगा. अभी सोना पीने के लिए जाए. बड़ी, अल्लाह. काय, काय, पनम, पनम मैनम, मिंडंडा. അല്ല അതും കൊണ്ടല്ലോ റബ്ബേ. അല്ല സത്താറാക്ക സൂറാത്ത പെരയിലാ നിക്കണ്. അവിടെ എപ്പോഴും വന്ന് ഇപ്പൊ വന്നിട്ടുള്ളൂ തോന്നുന്നു. പെട്ടെന്നൊരു വരവ് വിളിച്ചൊന്നും ചെയ്തില്ലല്ലോ. സത്താറ ഇതും എടുക്കടത്ര ധൃതിയില് സൂറ് വന്നിക്കണടാ പെരിയില്. എത്ര കാലമായിടാ അവളെ കണ്ടിട്ട്. ഞാനും വരാടാ നടക്ക്. എന്നാ വാ. വാ മോളെ സൂറ, എന്താ എനിക്ക് പറ്റിയത്? എന്താ മോളെ എനിക്ക് ഉണ്ടായത്? അനക്ക് എന്താ പറ്റി സൂറ? എന്താണെന്ന് പറയൂ. അപ്പാസേ എന്താണ് എന്റെ കുട്ടിക്ക് പറ്റിയത്? ഒന്നും ഉണ്ടാവില്ലടാ, ഇത് സമാനിക്ക്. എന്താ മോളെ എന്താ എനിക്ക് പറ്റിയത്? ഈ കാക്കനോട് പറ. എനിക്ക് അവിടെ നിക്കാൻ പറ്റൂല കാക്ക, അയാള് ഞങ്ങളെ കൊല്ലും. മോളെ സൂറ, അനക്കറിയില്ലേ നിന്റെ കാക്കയെ കല്യാണം നടത്താൻ പറ്റ പാട്? മോള് തൽക്കാലം പിടിച്ചു നിക്ക്. ഓനെ ഇജ്ജി പറഞ്ഞു നന്നാക്ക്. സത്താറെ ഇജ്ജി നാളെ അവളെ കൊണ്ടായി കൊടുക്ക്. കരണ്ട മോളെ, എല്ലാം വിധിയാണെന്ന് കണക്കാക്ക. മോള് കരണ്ട, സമാധാനിക്ക്.
എന്നാ പോട്ടാ, ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ശരിയായിക്കോളും. എടാ സുക്കൂറെ, ഇവിടെ ഒരു കല്ല് കൊടുന്ന് വെച്ചാ. എടാ മോയന്തേ, കല്ല് മൂല കുത്തിയിടണ്ടേ, അല്ലെങ്കി പൊടിഞ്ഞു പോവൂലേ? ആ മോനെ സത്താറേ ബാ. എന്നിട്ട് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങള്? സൂറാക്ക് സുഖം തന്നെയല്ലേ മോനെ? സുഖാണ്. ആജിക്കവിടെ? മോനെ സാബു ഇവിടെ വാ. എനിക്കൊരു വിസ റെഡി ആയിട്ടുണ്ട്, മസ്കത്തിൽക്കാ. കുറച്ച് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തമ്മന്നെ വിളിച്ചേ? അല്ലടാ, ഇപ്പൊ എങ്ങട്ടാ പോയത്? മംഗലാപുരം വരെ പോണെന്ന് പറഞ്ഞിരുന്നു. മൂപ്പര് വന്നാല് എന്നെ കാണാൻ ഞാൻ പറയാം. ഇയ്യ് പേടിക്കണ്ട, കൊറേ കാലം നാട്ടിൽ നിന്ന് കഷ്ടപ്പെട്ടതല്ലേ, ഒക്കെ ശരിയാവും. ഇയ്യ് നന്നായി വരും. നിങ്ങൾ എനിക്ക് വേണ്ടി ദോർക്കണം. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇയാളൊന്നും നിൽക്കണില്ല, ഈ കൊട്ട ഞാൻ തലയിലൊക്കെ ഇട്ടിട്ട് തോന്നുന്നു. ചാകായെ കൊണ്ട് എന്റെ ഡ്രൈവിംഗ് സ്കൂൾ ഒന്ന് ചേർത്ത് തരങ്ങള്. എന്തിനാ ഡ്രൈവിംഗ് സ്കൂളിൽ പോണ്? അതിന് ഡ്രൈവിംഗ് പഠിക്കുകയാണെങ്കിലേ ഇതൊന്നും തലയിലേറ്റാണ്ട് പോകേണ്ടി വരില്ല. എന്നിട്ട് വേണം റോട്ടുമ കൂടി പോണ 5-10 ആൾക്കാരെ മയ്യത്തിന് ഞാൻ ഉത്തരം പറയാൻ. ചേലക്കാതെ നടക്കട പോത്തെ പോത്തുങ്ങളാ ബാപ്പൻ. ശരിക്കറിയില്ല. ഇന്നലെ ഞാൻ പെരേ പോയിരുന്നു. താത്ത പറഞ്ഞു നിങ്ങൾ മംഗലാപുരം പോയതാന്ന്. എപ്പോഴാ എത്തി? ഇന്നലെ വൈകുന്നേരം. സെഫി എല്ലാം പറഞ്ഞു. എവിടക്കാപ്പ വിസ? എന്താ പണി? മസ്കത്തേക്കാണ്, ഒരു കമ്പനി ജോലിയാണ്. കൊഴപ്പില്ലെന്നാണ് വിസ തന്ന മൻസൂർ പറഞ്ഞത്. എന്നാ പിന്നെ ഈ പോവാനുള്ള പരിപാടി കണ്ട് നോക്കി. ടിക്കറ്റിനും മറ്റും കായ്ക്ക് ബുദ്ധിമുട്ടുള്ളത് എനിക്കറിയാം. അതൊന്നും ആലോചിച്ച് ബേജാറാ. അതൊക്കെ അതിന്റെ മട്ടം പോലെ അങ്ങോട്ട് ചെയ്യാം. പിന്നെ സത്താറേ, ഏതായാലും എന്റെ നിക്കാവൊക്കെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് പോണേന്റെ മുമ്പ് ഓളജ് എന്റെ പേരലിക്കുണ്ട് കൂട്ടിക്കൊടുത്ത. അതല്ലേ അതിന്റെ ശരി. എന്തേ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ സാബുവിനെ പോയിട്ടൊന്ന് കണ്ടാളെ. ഓനോട് ഞാൻ എല്ലാം പറഞ്ഞിക്കണ്. ഞങ്ങള് പോട്ടെ. വലൈക്കും സലാം. ഇയാൾക്ക് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞാൽ പോലെ എനിക്കിത് ഏറ്റിക്കണ ബുദ്ധിമുട്ട് ഇയാൾക്ക് അറിയില്ലോ. കുട്ടികളെ നല്ല നോക്കണം. പിന്നെ അളിയനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഉണ്ടാവില്ല. ഞാൻ അവനോട് സംസാരിച്ചിരിക്കണേ. ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആചാര്യാക്കനോട് പറഞ്ഞാൽ മതി. ഞാൻ എല്ലാം പറഞ്ഞിരിക്കണം. ധൈര്യമായിട്ട് പോയിക്കോ. ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ. ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. മൊബൈൽ അവർക്ക് കൊടുത്താളിട്ടോ. ഇതെടുത്താളിയാ. പിന്നെ സൂറാനും കുട്ടികളെയും നല്ലപോലെ നോക്കണം. അവരെ കരീപ്പിക്കാൻ ഇടവരുത്തരുത്. മാമൻ പോയിട്ട് വരട്ടെ മക്കളെ. പോയിട്ട് വരട്ടെ ഫാത്തിമ.
പൈസ അതിന്റെ മോളെ നിന്റെ ജട ഇതർ ബദലോ പൈസ എനിക്ക് ഗോലി മോളെ ദുഡു കൊറേ ദുഡു തന്നിട്ടില്ലെങ്കിൽ ഓനെ ചാവാൻ പോകും മക്കള് നായ്ക്കളെ മാറി നിൽക്കടി ഇവരങ്ങോട്ട് കാണുന്നില്ലല്ലോ. എവിടെ എത്തിയാവോ? മനസ്സിനൊരു സമാധാനമില്ല. എന്തിപ്പോ മൂപ്പർക്ക് പറ്റി? ആജിക എന്തായി കേൾക്കണേ? നമ്മളെ സൂറാക്ക് എന്താ പറ്റി? എനിക്കൊന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ എന്താടാ ചെയ്യ? സെത്താൻ അറിയിച്ചങ്ങള് ഓനിപ്പോ കരിപ്പൂരെത്തിക്കണ്. സാബുവിനെ ഞാൻ വണ്ടിയായിട്ട് പറഞ്ഞയച്ചേക്കണ്. ഇവിടെ എത്തിക്കണ് എനിക്കിപ്പം വിളിച്ചിരുന്നു. എന്റെ സൂറാക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ലാന്ന് ഇജ്ജ് സമാധാനിക്ക്. ഞമ്മക്ക് വഴി ഉണ്ടാക്കാം. സമാധാനായിരിക്കടോ, സമാധാനായിരിക്കും. എന്താ പറ്റിയത് പറയാ ആജിക? നമുക്കൊന്ന് പോയി നോക്കാം. ശരി, എന്റെ സൂറാക്ക്. എത്രയും പെട്ടെന്ന് എനിക്ക് അവിടെ എത്താം. അവളെനിക്ക് പെട്ടെന്ന് കാണാം ആജിക. ആജിക എന്നോടൊന്നും മറിച്ചേക്കണ്ട. എന്തുണ്ടായെന്നല്ല പറയാ ആജിക.
മോളെ സൂറ, മോളെ സൂറ, കണ്ണു തുറക്കും മോളെ സൂറ. അന്റെ കാക്കയുടെ വന്നിക്കണേ മോളെ. മോളെ കണ്ണു തുറക്കും മോളെ സൂറ, കണ്ണു തുറക്കും മോളെ. എന്റെ കാക്കയുടെ വന്നിക്കണേ കണ്ണു തുറക്കും സൂറ, സൂറ. മോളെ കണ്ണു തുറക്കും മോളെ, കണ്ണു തുറക്കും മോളെ. ഞാൻ എങ്ങനെ സഹിക്കും ആജിക്ക? എന്റെ മോള്, അവൾക്ക് എന്താ പറ്റുക ചോദിക്കാം. ഞാൻ അവളെ എങ്ങനെ നോക്കിയതാണ്. എന്നിട്ട് അവള് കിടക്കണ കിടപ്പ് കണ്ടില്ലേ? കുറച്ചൊക്കെ മുന്നേ നടന്നോളി. ഇനിയിപ്പോ എന്താ ചെയ്യാ? സത്താറെ, സമയം ഒരുപാട്, നമുക്ക് പോണ്ടേ? ഓളെ പരിപാടി വെക്കുന്നുണ്ടത്. ശരി മക്കളെ, കരയണ്ട, നമുക്ക് പോകട്ടെ. നമുക്ക് പോവല്ലേ? ಇಲ್ಲಿ ಹುಡುಗರೆ ತಗೊಂಡ ಮರ್ತಿಲ್ಲ. എന്തൊക്കെയാടെ ഇപ്പ ഇജ്ജ് പൊന്നുപോലെ നോക്കൂന്ന് കരുതിയിട്ടാണ് ഇവന്റെ പെങ്ങൾ ആനക്ക് കെട്ടിച്ചു തന്നത്. എന്നിട്ട് ജോളം മജ്ജത്താണ് ഞങ്ങൾക്ക് തന്നത്. ജീവൻ വേണമെങ്കിൽ മാറിക്കോ. ഇല്ലു അക്കോ തെക്കൂല. ഈ നായിന്റെ അടിച്ച് പത്തിലാക്കണം.
10-ാം വയസ്സിൽ ഇങ്കരുത്. ഈ ഏരിയ ഇപ്പൊ എന്റെ കയ്യിലാണ്. ഇവിടെ ഒന്ന് കച്ചറ ഉണ്ടാക്കിയ കൈയും കെട്ടി നോക്കി നിൽക്കൂല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടാവും, ക്യാഷും സ്വർണ്ണം ഇല്ലെങ്കിൽ പിന്നെ മൈസൂർക്കും തമിഴ്നാട്ടിലും കാര്യം ഉണ്ടാക്കുക. പക്ഷെ നിങ്ങൾ അന്വേഷിക്കുന്നില്ല ഇവരെങ്ങനത്തോരാണെന്ന്. അവസാനം പ്രശ്നം ഉണ്ടാവുമ്പോ ഇവിടെ വന്ന് കച്ചറ ഉണ്ടാക്കും. ഇതെല്ലാവർക്കും ഒരു പാടാവട്ടെ. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ നല്ലവരുണ്ട് കെട്ടവരുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നല്ലതുപോലെ അന്വേഷിച്ചിട്ട് വേണം നടത്താൻ. ഇപ്പൊ നിങ്ങൾ കുട്ടികളെ കൊണ്ടുപോയിക്കോളൂ. ആരും നിങ്ങളെ തടയില്ല. ഇവർ എങ്ങനത്തോരാണെന്ന് എനിക്കറിയാം. ഇത് മൈസൂർ ബായി ആണ് പറയണത്. മായില്ലേ, മായില്ലേ സാലേ കുത്തേ. ഇനിയെങ്കിലും എന്റെ കുട്ടികളെ എനിക്ക് തന്നോടെ. കൊണ്ടേക്കോളി, ഭാവൊന്നിനും തടസ്സമാണില്ല. എന്റെ ചങ്കാണ് നിങ്ങൾ പറിച്ചോണ്ട് പോണത്. പറിച്ചാന്ന് വിചാരിച്ച് പിന്നൊരു കാര്യമുണ്ട്. ഇന്ന് ഒറ്റ രാത്രി കുട്ടികളെ നിന്റെ കൂടെ നിർത്തണം. നാളെ രാവിലെ എവിടുക്കാന്ന് വെച്ചാ ഭാവ എത്തിച്ചേരാം. ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയാല് എന്റെ അമ്മ ചങ്ക പൊട്ടി മരിക്കും. പേടിക്കണ്ട, നാളെ രാവിലെ ഭാവ അവിടെ എത്തിച്ചേരാം. സത്താറെ, അവൻ എത്തിച്ചേരുവാണ്ട്. ജിവ, നമുക്ക് പോവാം. എൻ്റെ പൊന്നു മക്കൾ കരയണ്ട. നിങ്ങളെ ആര് വന്ന് ഇവിടുന്ന് കൊണ്ടുപോയാലും എൻ്റെ മനസ്സൊന്നും ബാവൻ്റെ മനസ്സൊന്നും നിങ്ങളെ ആരും കൊണ്ടുപോകില്ല. ഇജ്ജ് കരയണ്ട. അനക്ക് ഞാനും ഇക്ക് ഇജ്ജും ഉണ്ടല്ലോ. ഈ കുട്ടികളെ കൊണ്ടാക്കിയിട്ട് വാ. എന്റെ ബാബ അവരെ കൊണ്ടാക്കിയിട്ട് വാ. നല്ല കുട്ടികളാണ്. സ്കൂളൊക്കെ പഠിച്ച് വലിയ ആളാവണം. കരയരുത്. നല്ല കുട്ടിയല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരാണ്? അനക്കോ? ഞങ്ങൾക്ക് ഞങ്ങൾ സത്താർ മാമനെ നല്ല ഇഷ്ടാ. അപ്പൊ എന്നെ ഇഷ്ടല്ല? നിങ്ങളെ സത്താർ മാമൻ പറഞ്ഞതൊക്കെ കേട്ട് നല്ല കുട്ടികളാവണം കേട്ടാ.
പന്നി കുട്ടികൾ എന്റെ ഒപ്പം ഇത്രയും കാലം ഉണ്ടായിട്ട് ഇച്ചി താരോടും പറയാതെ എന്താ എന്റെ പരിപാടി പറയടാ. ഇല്ലെങ്കിൽ എന്നെ പുറൂരാ പന്നി കൊടുത്ത്. അല്ലാതെ ആ ചെങ്ങള് ചെയ്യുന്നത്. അങ്ങനെ മാറിക്കോടാ. എടാ, എടോ ഇത്രയും കാലം ഈ കുട്ടികൾ ഈ പെരയിലുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളെപ്പോലുള്ള പ്രമാണിമാര് അയൽവാസികളായിട്ട് ഇവിടെ ജീവിക്കുമ്പോ ഈ കുട്ടികൾ ഇവിടെ എങ്ങനെ ജീവിക്കണം നിങ്ങൾ നോക്കിയാ? എടോ ഞമ്മളൊക്കെ അയൽപക്കത്ത് കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കണ കുട്ടികള് കെട്ടിക്കാൻ വകയില്ലാതെ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോള് നിങ്ങൾ ഓല കാര്യമൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളൊക്കെ ഫുട്ബോളിന്റെയും ക്രിക്കറ്റിന്റെയും പിന്നാലെ പോയിട്ട് കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ഫ്ലക്സും വെച്ച് ബ്രസീല് അർജന്റീന എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 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 പറക്കല്ലേ നിങ്ങള് തല്ലൂടിയിട്ട്. അതൊക്കെയാടോ തെണ്ടിത്തരങ്ങള്. അല്ലാതെ സഹായിക്കണോന്റെ മേപ്പെട്ട് കയറലല്ല. ഈച്ച് ധൈര്യമായിട്ട് പോയിക്കോ. അന്നവിടെ ആരും ഒന്നും ചെയ്യൂല. ഇത് കുഞ്ഞാമാജിന്റെ വാക്കാ അല്ല പിന്നെ.